നോക്ക് ശ്രേയ, അച്ഛൻ നിന്നോട് മാപ്പ് പറയും. അതോടെ രാജി എന്ന തീരുമാനത്തിൽ നിന്ന് നീ മാറിക്കോണം, കേട്ടല്ലോ? ബാലമാമയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിവാശി കാണിക്കരുത് ശ്രേയ. എന്നോടാരും മാപ്പ് പറയണ്ട. ആരെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്ന വാശിയും എനിക്കില്ല. പിന്നെ ജോലി രാജിവെക്കണോ വേണ്ടയോന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതെന്റെ സൗകര്യം പോലെ ഞാൻ ചെയ്തോളാം. ആരും അത്ര ബുദ്ധിമുട്ടി മാപ്പൊന്നും പറയണ്ട എന്നോട്. നിൽക്ക്. ഓമനിച്ച് വളർത്തിയ മിണ്ടാപ്രാണികൾക്ക് ഒരു ആപത്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ എന്റെ മനസ്സ് കൈവിട്ടുപോയി. കുറച്ച് ആവേശം അധികമായി പോയി. വലിയ ആലോചന ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു. തെറ്റുപറ്റിയാൽ അത് മക്കളോടായാലും മരുമക്കളോടായാലും, ഇനിയിപ്പോൾ ഞാൻ അക്ഷരം പറഞ്ഞു കൊടുത്ത എൻ്റെ കുട്ടികളോടായാലും പോലും ക്ഷമ ചോദിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ ആവശ്യപ്പെടാതെ തന്നെ ഞാനത് ചെയ്യേണ്ടതായിരുന്നു. അതെന്റെ വീഴ്ചയാണ്. നോക്കുമോളെ, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണ്. ഇതിലൊരു പങ്കുമില്ലാതെ നിനക്കുണ്ടായ വേദനയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വയസ്സായതല്ലേ മോളെ, ക്ഷമിച്ചു കളഞ്ഞേക്ക്.